ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. കാറ്റത്ത് കിളിക്കുണ്ട വിശേഷം നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മളെ നിധി ജോലിയൊക്കെ കഴിഞ്ഞ് നികേഷിന്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ. ഒരു രാത്രിയൊക്കെ ആയിട്ടുണ്ടായിരിക്കും ആളവിടെ എത്താൻ വേണ്ടിയിട്ട്. എത്തിക്കഴിഞ്ഞ പാടെ സുഭാഷ് ചേട്ടനും അച്ഛനും ഒക്കെ ആയിട്ട് ഓരോന്ന് സംസാരിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. അന്നേരം സുധീഷ് അവിടെ ഇല്ല കേട്ടോ. സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്, മോളെ ബസ്സിൽ തിരക്കുണ്ടായിരുന്നോ, സീറ്റ് കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം നികേഷ് പറയുന്നുണ്ട് കേട്ടോ, ഭയങ്കര തിരക്കായിരുന്നു, ഏട്ടത്തിക്ക് സീറ്റൊന്നും കിട്ടിയിട്ടില്ലാന്ന്. എന്തായാലും അതിന്റെ ഒരു പോംവഴി നമുക്ക് എളുപ്പം കാണാന്നുള്ള രീതിയിൽ സുഭാഷ് ഏട്ടൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ടാണ് നമ്മൾ സുധീഷ് വീട്ടിലേക്ക് കയറി വരുന്നത്. അതിനാണല്ലോ ഞാൻ പറഞ്ഞത് രാവിലെയും വൈകിട്ടും ഞാൻ ഡ്രോപ്പ് ചെയ്യാന്ന്. അപ്പോൾ അത് കേട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് സുധീഷ് വീട്ടിലേക്ക് കയറി വരുന്നത് കേട്ടോ. വന്ന പാടെ നിധിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ ഇന്ന് ഓഫീസിൽ വന്ന് കളിച്ച ഷോ എങ്ങനെ ഉണ്ടായിരുന്നു, പൊളിച്ചില്ലേ? എന്തായാലും ഇനി നിധി ആരും ചീത്ത വിളിക്കാനൊന്നും പോകുന്നില്ല എന്ന്. അപ്പോഴാണ് കാര്യങ്ങളൊക്കെ സുഭാഷ് ചേട്ടനും അതുപോലെ തന്നെ നികേഷ് ഒക്കെ കേൾക്കുന്നത്. അപ്പോഴും അവർക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടൊന്നുമില്ല. സുധീഷ് ആണെങ്കിൽ എന്തോ ഭയങ്കരമായിട്ടുള്ള സംഭവം നിധിക്ക് വേണ്ടി ചെയ്തു കൊടുത്തു, ഒരു ഹെൽപ്പ് ചെയ്തു കൊടുത്തു എന്നുള്ള ലെവലിലാണ് കേട്ടോ സംസാരിച്ചു വരുന്നത്. അപ്പൊ നികേഷ് ചോദിക്കുന്നുണ്ട്, ഏട്ടൻ ഇന്ന് അവിടെ വന്നിരുന്നു, ഓഫീസിൽ വന്നിരുന്നോന്ന്. ആ സാർ ഇന്ന് ഓഫീസിൽ വന്നിരുന്നു, എന്നിട്ട് എന്റെ സീനിയേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ചു അങ്ങ് ബഹളം ഉണ്ടാക്കി ഇറങ്ങിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളെ സുധീഷിനെ ഇട്ടങ്ങ് നമ്മളെ നിധി പൊരിക്കുന്നുണ്ട്. തനിക്ക് എന്ത് അവകാശമാണ് എൻ്റെ ഓഫീസിൽ വന്നിട്ട് അങ്ങനെ ബഹളം വയ്ക്കാൻ? താൻ അറിഞ്ഞിട്ടാണോ കാര്യങ്ങൾ ചെയ്തത്? എന്റെ കാര്യത്തിൽ ഇടപെടാൻ ഞാൻ തന്നെ വിളിച്ചു. ഓഫീസിൽ വെച്ച് ഇങ്ങനെ ബഹളം വെച്ച് പോയി കഴിഞ്ഞാൽ എനിക്കുണ്ടാവുന്ന നാണക്കേടിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അവിടെയുള്ള ആളുകളെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ആലോചിച്ചോ? എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ജോലി വാങ്ങിയതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? എന്നിട്ട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? നിങ്ങൾ കാരണം എനിക്ക് എന്റെ ജോലി വരെ പോകാനുള്ള വകുപ്പുണ്ടായിരുന്നു. മാനേജറുടെ കൈയും കാലും പിടിച്ചിട്ടാണ് എനിക്ക് വീണ്ടും ആ ജോലി തിരിച്ചു കിട്ടിയത്. എന്റെ അച്ഛനും നിങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഇപ്പോൾ ഉള്ളത്? എന്റെ അച്ഛൻ ആഗ്രഹിച്ചതും ഞാൻ ജോലിക്ക് പോകരുതെന്ന് തന്നെയാണ്. നിങ്ങളും അത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സുധീഷിന് ആകെ സങ്കടമായിട്ടോ. കാരണം സുധീഷ് നമ്മുടെ നിധിയുടെ സർട്ടിഫിക്കറ്റ്സിന് വേണ്ടിയിട്ടും ബാക്കിയുള്ള ഒരുപാട് കാര്യത്തിനും ഒരുപാട് നെറ്റോട്ട് ഓടിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അവൻ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പക്ഷെ നിധിയെ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനെ ചീത്ത വിളിച്ചപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടുത്തെ സാഹചര്യവും സന്ദർഭവും ഒന്നും നോക്കാതെ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അതെനിക്ക് തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഞാൻ മാത്രമല്ലല്ലോ തെറ്റ് ചെയ്തത്, അയാളുടെ ഭാഗത്തും തെറ്റില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നിധിക്കാണെങ്കിൽ സുധീഷ് പറയുന്നതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിധിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ടുണ്ട്. കാരണം സുധീഷ് കാരണമാണ് നിധിക്ക് ആ ഓഫീസിൽ എല്ലാവരുടെ മുന്നിൽ ഇപ്പൊ തലയുയർത്തി നടക്കാനൊന്നും പറ്റാത്തത് കേട്ടോ. വീട്ടിൽ നിന്ന് ആളെ വരുത്തിയിട്ട് ചൂടാവുന്നതാണോ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നതെന്നാണ് നിധി പറയുന്നത്. എന്തായാലും നിങ്ങൾ ചെയ്ത അത്ര നല്ല കാര്യമൊന്നുമില്ല. ഇനി മേലാൽ എന്റെ കാര്യത്തിൽ ഇടപെടാൻ ദയവ് ചെയ്ത് വരരുത്. അതുപോലെ തന്നെ എന്നെ ഡ്രോപ്പ് ചെയ്യാനൊന്നും ഇയാളോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സുധീഷ് ആണെങ്കിൽ പറയുന്നത് ഭയങ്കര അധികാരത്തോടു കൂടിയാണ്. നിധിയോട് ആരെങ്കിലും ചൂടായാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല, അങ്ങനെ ചീത്ത വിളിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നിധിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, അതിന് എന്റെ കാര്യത്തിൽ ഇടപെടാൻ ഇയാൾ ആരാ, എന്റെ ആരാന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഇതിനാണോ ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നത് സുഭാഷ് ഏട്ടാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്റെ കാര്യങ്ങൾ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ എനിക്ക് അവിടെയും ഇവിടെയും എന്ത് വ്യത്യാസമാണുള്ളത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നിധി സുധീഷിന് ഒരുപാട് അങ്ങ് വരട്ടുന്നുണ്ട്. സുധീഷ് പിന്നെ ഒന്നും മിണ്ടാതെ നിൽക്കുകയായിട്ട് ചെയ്യുന്നത്. കാരണം മിണ്ടിയിട്ട് കാര്യമില്ല, നമ്മുടെ നിധിക്ക് അത്രമാത്രം ഹേർട്ട് ആയിട്ടുണ്ട്. അവസാനം എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മളെ നിധിയാണെങ്കിൽ സുഭാഷ് ഏട്ടാ സോറി, എനിക്ക് അത്രയും ഹേർട്ട് ആയിട്ടുണ്ട്, എനിക്ക് എൻ്റെ ഓഫീസിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടനും നികേഷും ആണെങ്കിൽ സുധീഷ് കാണിച്ചത് ശരിയായില്ല, ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കും സുഭാഷ് ഏട്ടൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിധിയുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സുധീഷ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെങ്കിലും ഒരു തരത്തിൽ അത് നിധിക്ക് തന്നെ ആപത്തിലേക്കുള്ള വഴിയാട്ടോ നമ്മുടെ സുധീഷ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളെ നിധിക്ക് പറയാനുള്ള ഡയലോഗ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് ആള് റൂമിൽ കയറി വാതിലടച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മളെ ഹരീഷ് പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നത്. ഹരീഷിന് അവിടെ വന്നപ്പോൾ തന്നെ അവിടുത്തെ അന്തരീക്ഷം കണ്ടപ്പോൾ എന്തോ ഒരു വഴക്ക് കഴിഞ്ഞിട്ട് എല്ലാവരും നിൽക്കുന്നത് പോലെ തോന്നി. അപ്പൊ തന്നെ ചോദിക്കുന്നുണ്ട്, ഇവിടെ ഒരു ലഹള കഴിഞ്ഞ് നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ എന്ന്. അപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ നമ്മളെ നികേഷ് പറയുന്നുണ്ട് കേട്ടോ. ഏട്ടത്തിയുടെ ഓഫീസിൽ കയറി നമ്മുടെ സുധീഷ് ഏട്ടൻ 4 വർത്താനം പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ സീനിയേഴ്സിനെയൊക്കെ കയറിയിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഹരീഷാണ് ഇത് കേട്ടപാട് നമ്മളെ സുധീഷിനെ ചെറുതായിട്ടൊന്ന് അപമാനിക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടല്ല, കുറച്ച് വലുതായിട്ട് തന്നെ. അങ്ങനെ അവർ തമ്മിൽ പറഞ്ഞ് ചെറിയൊരു അടിയൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഹരീഷും അതുപോലെ തന്നെ സുധീഷും കൂടി തമ്മിൽ അടി ഉണ്ടാവുന്നുണ്ട്. സുഭാഷ് ഏട്ടനും നികേഷും കൂടി ആട്ടോ പിടിച്ചു വെക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് 4 മാസമായിട്ടും ഏട്ടത്തിയുടെ കയ്യിൽ നിന്ന് ചീത്ത വാങ്ങിക്കാനാണല്ലോ ഏട്ടന്റെ യോഗം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹരീഷ് വീമ്പടിക്കുന്നത്. അപ്പൊ നിന്റെ കാര്യം പറയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഹരീഷിനെ തിരിച്ചു പറയുന്നുണ്ട് കേട്ടോ. നിനക്ക് എങ്ങനെ പെണ്ണുങ്ങളെ ഹാൻഡിൽ ചെയ്യാന്ന് അറിയില്ല എന്ന് എനിക്ക് അന്ന് മനസ്സിലായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ സുധീഷ്. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പൊരിഞ്ഞടി നടക്കുന്നുണ്ട്. എന്തായാലും നികേഷും നമ്മളെ സുഭാഷ് ഏട്ടനും കൂടി ഏകദേശമൊക്കെ പറഞ്ഞൊപ്പിച്ച് അവരെ രണ്ടാക്കി പിരിയിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ സുധീഷാണെങ്കിൽ ഉമ്മറത്ത് വന്നിട്ട് ഇങ്ങനെ ഒന്ന് നെടുവീർപ്പൊക്കെ ഇടുന്നുണ്ട്. ഭയങ്കര ദേഷ്യത്തിലാണ് ആളിപ്പോൾ നിൽക്കുന്നത്. കാരണം നിധിയുടെ സംസാരമൊന്നും നമ്മളെ സുധീഷിന് അത്ര പിടിച്ചില്ല, അതിൻ്റെ ഒരു ഹേർട്ടിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹരീഷ് ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. ആ ഒരു ദേഷ്യം എല്ലാം കൂടി
ആയിട്ടാണ് നമ്മളെ ഉമ്മറത്ത് വന്നിട്ട് ഇങ്ങനെ തൂണൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഇവിടുന്ന് എങ്ങോട്ടും പോകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ നിൽക്കുന്നത്. അപ്പുറത്താണെങ്കിൽ ഉമ്മറത്ത് അച്ഛൻ്റെ ഓരോ ലീലാവിലാസങ്ങൾ ഉയർത്തുന്നുണ്ട് കേട്ടോ. അതായത് സുധീഷിന്റെ സാഹചര്യത്തിനനുസരിച്ച് ഓരോ പാട്ട് പാടുന്നുണ്ട്. സുധീഷിനെ ഉദ്ദേശിച്ചിട്ടാട്ടോ പാടുന്നത്. ഇത് കേൾക്കുമ്പോൾ സുധീഷിന് അതിലേറെ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് അച്ഛന്റെ മെക്കിട്ട് കയറുന്നുണ്ട്. അച്ഛനാണെങ്കിൽ അച്ഛന്റെ പഴയ കാര്യങ്ങൾ പറയുന്നുണ്ട്. അച്ഛൻ എങ്ങനെ പെണ്ണുങ്ങളെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണമെന്ന് നന്നായിട്ട് അറിയാമെന്നൊക്കെ ഉള്ള രീതിയിൽ പറയുമ്പോൾ സുധീഷ് പറയുന്നുണ്ട് കേട്ടോ, നിങ്ങളുടെ കാര്യം ഇവിടെ പറയണ്ട, അത് നന്നായിട്ട് എനിക്കറിയാം, നിങ്ങൾ എങ്ങനെയാണ് പെണ്ണിനെ നോക്കിയതെന്ന് എനിക്കറിയാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വർത്താനം അച്ഛനും മോനുമായിട്ട് അവിടെ കഴിയുന്നുണ്ട് കേട്ടോ. എന്തായാലും നീ ഇപ്പൊ അവളുടെ അടുത്തുള്ള ദേഷ്യമാണ് എൻ്റെ കയ്യിൽ കാണിക്കുന്നത്, അത് തന്നെയാണ് നീ ഇപ്പൊ ഹരീഷിന്റെ കയ്യിലും കാണിച്ചതെന്നൊക്കെ അച്ഛൻ ഇങ്ങനെ പറയാതെ പറഞ്ഞുകൊണ്ടിരുന്നുണ്ട് കേട്ടോ നമ്മളെ സുധീഷിന്റെ അടുത്ത്. സുധീഷിനാണെങ്കിൽ എല്ലാം കൂടി എടുത്തെറിഞ്ഞ് ഇവിടുന്ന് പോവണം എന്നുള്ളൊരു അത്രയ്ക്കും ഒരു ദേഷ്യത്തിലാണ് ആളിപ്പോൾ നിൽക്കുന്നത്. ഭയങ്കര ദേഷ്യമുണ്ട്. എന്തായാലും അതങ്ങോട്ട് പ്രകടിപ്പിക്കാനും പറ്റുന്നില്ല നിധി ഉള്ളത് കൊണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയൊക്കെ ആയപ്പോൾ എല്ലാവരും കൂടി ചായയൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ഹരീഷും നികേഷും നിധിയും സുഭാഷ് ചേട്ടനും എല്ലാവരും കൂടി ചായയൊക്കെ ഇട്ട് കുടിക്കുന്നുണ്ട്. അങ്ങനെ പുറത്ത് മുറ്റത്തിരുന്നാണ് എല്ലാവരും ചായ കുടിക്കുന്നത്. പക്ഷെ സുധീഷ് ആ സമയത്ത് അവിടെ ഇല്ല. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ നിധിക്ക് കാര്യം മനസ്സിലായി. നിധി അറിഞ്ഞിട്ടില്ലായിരുന്നു സുധീഷ് ഇന്നലെ രാത്രി വീട്ടിലേക്ക് വന്നിട്ടില്ല, അവിടെ കിടന്നുറങ്ങിയിട്ടുമില്ല. അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായപ്പോഴാണ് അവൾ ചോദിക്കുന്നത്, അപ്പോൾ ഇന്നലെ സുധീഷ് വന്നില്ലേ എന്ന്. അവ ഇല്ല, വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഹരീഷ് ആണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ, സാധാരണ ഏട്ടൻ ഇങ്ങനെ തന്നെയാണ്, എന്തെങ്കിലും വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ വീട്ടിൽ കയറാറില്ല, വണ്ടിയിൽ കിടന്നുറങ്ങും, പിന്നെ പിറ്റേ ദിവസം രാവിലെ വരാറുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിയുമ്പോഴാണ് നമ്മളെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, നികേഷ് നീ ഒന്ന് വിളിച്ചു നോക്ക് സുധീഷിനെ എന്ന് പറയുന്നുണ്ട്. അന്നേരം സുധീഷ് വിളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. സുധീഷ് കുറച്ച് മാറി നിന്നാണ് വിളിക്കുന്നത്, ഇവിടെ റേഞ്ച് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കാൻ പോകുന്നുണ്ട്. ഞാൻ വിളിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട് നിധിക്കും ചെറിയൊരു കുറ്റബോധം, ഒരുപാട് അങ്ങ് നമ്മളെ സുധീഷിനോട് പറഞ്ഞതല്ലേ, ആ ഒരു മനോവിഷമത്തിലായിരിക്കുമല്ലോ ആൾ ഇവിടുന്ന് പോയിട്ടുണ്ടാവും. അപ്പം ഞാൻ വിളിക്കാമെന്നും പറയുന്നുണ്ട്. വേണ്ട ഏട്ടത്തി, ഞാൻ തന്നെ വിളിച്ചോളാന്ന് നികേഷ് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നികേഷ് കോൾ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അന്നേരം ഹരീഷ് ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാ നീ പോകുന്നതെന്ന്. അതിവിടെ റേഞ്ചിലായിട്ടാണ് ഏട്ടാ ഞാൻ മാറി നിന്ന് വിളിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സുധീഷിനെ രാവിലെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹരീഷൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയല്ല, ചേട്ടന് ഇന്നലെ ചെയ്തത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഹരീഷും നികേഷും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ ഏട്ടത്തിയോട് ഒരു വാക്ക് ചോദിച്ച് സത്യങ്ങൾ അറിഞ്ഞിട്ട് വേണ്ടേ പറയേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സുഭാഷ് ഏട്ടനാണ് നമ്മളെ സുധീഷിന്റെ ഭാഗം നിന്ന് പറയുന്നത്. അവൻ അപ്പോഴത്തെ ഒരു ഇതിൽ പറഞ്ഞതായിരിക്കും ആ വിഷയം ഇനി വീട്ടിലേക്ക്. എന്തായാലും അവന് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്, ആളൊരു പാവാണെന്നുള്ള രീതിയിലൊക്കെ സുഭാഷ് ഏട്ടനാണ് സംസാരിക്കുന്നത്. അങ്ങനെ നമ്മളെ നികേഷ് സുധീഷിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. എന്തായിരിക്കും നമ്മളെ സുധീഷിന് സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. മനോവിഷമം കൊണ്ട് തന്നെ പോയതാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദുരന്തം നമ്മളെ സുധീഷിന് സംഭവിച്ചോ ഇല്ല എന്നൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാം. ബൈ.